മാതാപിതാക്കളെ, പ്രിയമുള്ളവരെ, എൻ്റെ സ്വന്തം നാട്ടുകാരാണ് നിങ്ങൾ. മുമ്പിലിരിക്കുന്ന മോഹങ്ങളാണെന്ന് ഒരുപാട് ഓർമ്മകളൊക്കെ എനിക്ക് വരുന്നുണ്ട്. ഇതിൽ ആശാത്തിൻ്റെ അടുത്തൊന്ന് പഠിച്ചതൊക്കെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന ചിലരൊക്കെ കാണുമ്പോൾ ആ ഫാമിലിയിലുള്ള കുറവുകൾ. 23 വർഷം മുൻപ് ഞാനിവിടെ ഈ ദേവാലയത്തിൽ അന്ന് ശനിയാഴ്ചകളിലാണ് തോന്നുന്നു ഒരു ധ്യാനം ഉണ്ടാവുമായിരുന്നു. അപ്പോൾ ആ ധ്യാനത്തിൽ പ്രസംഗിക്കാനൊക്കെ വരുന്നവരിവിടെ സഹായിക്കാനൊക്കെ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട് 26 വർഷം മുൻപ്. അതായത് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അപ്പോൾ അന്ന് ചെറുതായിട്ട് ഹല്ലേലൂയൊക്കെ പറഞ്ഞ് തുടങ്ങിയതാണ്. ഇന്ന് 23 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ മുമ്പിൽ വചനം പ്രഘോഷിക്കാൻ വീണ്ടും വന്ന് നിൽക്കുമ്പോൾ അതിയായൊരു ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷം ഹൃദയത്തിലുണ്ട്. അതിന് തട്ടുപാറാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരീകരിക്കാറ്റ് മാത്രമല്ല, ഞങ്ങളുടെ കൂടെയൊക്കെ ഞങ്ങൾ ആത്മാവിൽ വിചാരിക്കുന്ന ഒരു സ്ഥലമാണ്. ഞങ്ങളുടെയും കൂടി ഒരു പ്രിയപ്പെട്ട ഇതാണ്. ഇടയ്ക്കൊക്കെ വരുമ്പോഴും കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യമോട് വന്നപ്പോഴും ഇവിടെ തിരുനാളെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ വന്ന് മാങ്ങക്കറി പൊത്തിറച്ചിയൊക്കെ കഴിച്ചു. അപ്പോൾ അതുകൊണ്ട് ഈ സ്ഥലവും ഈ നിങ്ങളുടെ ഒത്തൊരുമയും കൂട്ടായ്മയൊക്കെ വളരെയധികം ആസ്വദിക്കുകയും ഇവിടെ മാർത്തോമാ ശ്ലീഹായുടെ പാതകൾ പതിഞ്ഞിട്ടുണ്ടെന്നും അതിൻ്റെ വിശ്വാസമൊക്കെ എൻ്റെ ഹൃദയത്തിലുണ്ട്. അതുകൊണ്ട് ഏറ്റവും ഭക്തി നിറഞ്ഞ അച്ഛൻ പറഞ്ഞതുപോലെ ആത്മീയതയുടെ സാന്നിധ്യമാണ് ഓരോ മലകളും. അപ്പോൾ ഈ മലയിലും നമ്മുടെ ഏറ്റവും അടുത്തുള്ള സ്ഥലത്ത് ദൈവിക സാന്നിധ്യം ഉള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് ദുഃഖവെള്ളിയാണ്. ലോകം മുഴുവൻ ഒരു മനുഷ്യൻ മരിച്ചതിൻ്റെ ഓർമ്മ, കഠിനമായ പീഡകൾ അനുഭവിച്ച് സഹനത്തിലൂടെ കടന്നുപോയത് ഇത്രയേറെ ആഘോഷിക്കപ്പെടുന്ന മറ്റൊരു ജീവിതങ്ങളും ഉണ്ടാകില്ല, മറ്റൊരു ചരിത്രവും ഉണ്ടാകില്ല എന്നുള്ളത് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സത്യമാണ്. മരണത്തെ ഇത്രയേറെ ആഘോഷിക്കുന്ന മറ്റ് ഏത് മതമുണ്ട്? മരണത്തെ ഇത്ര ശ്രേഷ്ഠമായി കാണുന്ന ഏത് വിശ്വാസമുണ്ട്? മരണം എപ്പോഴും വലിയ പരാജയത്തിന്റെ മുഖമാണ്. പ്രത്യേകിച്ച് കുരിശുമരണം ശാപം കിട്ടി മരിച്ചവന്റെ അടയാളമായിട്ട് യഹൂദ ജനങ്ങളും റോമ സാമ്രാജ്യവും കണ്ടിരുന്ന കാലഘട്ടത്തിൽ അവനെ കുരിശിലെത്തി കൊല്ലപ്പെട്ടപ്പോ ഇതോടുകൂടി ഇവന്റെ ചരിത്രം അവസാനിച്ചു എന്ന് വിധി എഴുതിയപ്പോ മരണത്തിൽ നിന്ന് 3 ദിവസങ്ങൾക്ക് ശേഷം ഉയർത്തെഴുന്നേറ്റത് 2000 നൂറ്റാണ്ടുകൾക്കും അപ്പുറമായിട്ട് അവൻ ലോകത്തിൽ മുഴുവനും പടർന്നു കയറുന്ന സ്നേഹത്തിന്റെ, ക്ഷമയുടെ, കരുണയുടെ സന്ദേശമായിട്ടാണ്. എന്താണ് ദുഃഖവെള്ളിയുടെ സന്ദേശം? അല്ലെങ്കിൽ ഈ മരണത്തെ ഇത്രയേറെ മനുഷ്യരെ ആഘോഷിക്കുന്നത്, നെഞ്ചോട് ചേർത്ത് നിൽക്കുന്നത്, ഹൃദയത്തിന്റെ ഭാഗമാക്കി തീർക്കുന്നത് എത്ര പള്ളിയിൽ വരാത്ത കഠിനപാപിയും എത്ര ക്രൂരമായ മനസ്സുള്ളവനും വിശ്വാസമില്ലാത്തവനും പോലും എന്തുകൊണ്ട് ഈ ദുഃഖവെള്ളിയാഴ്ച ദേവാലയത്തിൽ വരുന്നു എന്ന്, ഈ പരിഹാര പ്രദർശനത്തിലും കുരിശിന്റെ വഴിയിലുമെല്ലാം വരുന്നുവെന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിന് വലിയൊരു അടിത്തറ വേണം. വലിയൊരു അടിത്തറ വേണം. ഈ അടിത്തറ ജീവിതത്തിന്റെ ദാർശനികതയിൽ ഊന്നി നിൽക്കുന്നതായിരിക്കണം. It should be the philosophy of human life. മനുഷ്യന്റെ ജീവിതത്തോട്, പച്ചയേറിയ ജീവിത യാഥാർത്ഥ്യങ്ങളോട് ചേർത്ത് നിൽക്കുന്ന ഒന്നിന് മാത്രമേ ഇത്രയും ആഘോഷമാക്കാനും നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും മായാതെ, മറയാതെ, ഒളിമങ്ങാതെ നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനൊരു ജീവിത ദർശനം വേണം. ജീവിത ദർശനം മാത്രം പോരാ, അതിനൊരു ആത്മീയതയുടെ ശക്തി വേണം. മനുഷ്യനായിട്ടുണ്ടായതൊന്നും
ഇത്രയ്ക്കും നിലനിൽക്കുകയില്ല. അതിന് ആത്മീയതയുടെ ഒരു ശക്തി വേണം. മൂന്നാമതായിട്ട് അതിന് ദൈവശാസ്ത്രത്തിന്റെ ഒരു ബലം വേണം. ദൈവശാസ്ത്രത്തിന്റെ ബലം വേണം. ഇന്ന് നമ്മള് കുരിശിന്റെ വഴി ചൊല്ലി ഈ കഠിനമായ വെയിലില് ഇത്രയേറെ പേര് വേഗിരി പള്ളിയിലെ എല്ലാ സമൂഹമുണ്ട്. ഈ മല കയറി കുരിശിന്റെ വഴിയായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. വന്നപ്പോ ആദ്യം കണ്ടത് കരഞ്ഞു പിടിച്ച് ഒരു പെൺകുട്ടി അവിടെ കിടന്ന് കരയുന്നു. എന്ത് പറ്റിയെന്ന് വിചാരിച്ചു പെട്ടെന്ന്. പക്ഷെ മേക്കപ്പ് ഒക്കെ ഡ്രസ്സിങ് കണ്ടപ്പോഴാണ് മാതാവാണെന്ന് പെട്ടെന്ന് മനസ്സിലായത്. നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പെൺകുട്ടി. വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. വെള്ളം കുടിച്ച് തിരിച്ചു വന്നപ്പോ മുറിവേറ്റ ഒരു മനുഷ്യനെ പോലെ ഒരു പയ്യനെ എടുത്തുകൊണ്ട് പോകുന്നു. തലയിൽ മുട്ടി കണ്ടപ്പോഴാണ് മനസ്സിലായത് യേശുവാണെന്ന്. ദൈവമുണ്ട്. കുരിശിന്റെ വഴി നമ്മള് അത്രയും ആത്മാർത്ഥമായിട്ട് ജീവിക്കുകയാണ്. എന്താണ് ഇതിനെ പകർന്നു തരാനുള്ള ജീവിത ദർശനം? പ്രിയമുള്ളവരെ, ജീവിതം എന്താണെന്ന് നമ്മെ പഠിപ്പിക്കുന്നതാണ് കുരിശിന്റെ വഴി. ഒരു കുഞ്ഞിക്കരച്ചിലിനും നിതാന്ത നിശബ്ദതയ്ക്കും ഇടയ്ക്കുള്ള ഒരു ചെറിയ ഭാഗമാണ് ഈ ജീവിതം. ഒരു കുഞ്ഞിക്കരച്ചിലിനും നിതാന്ത നിശബ്ദതയ്ക്കും ഇടയ്ക്കുള്ള ഒരു ചെറിയ ഭാഗം, ഒരു രേഖയാണ് ഈ ജീവിതം. ഇതാണ് ജീവിത ദർശനം. അമ്മയുടെ പൊക്കിൽ കൂടി മുറിക്കുമ്പോ ആദ്യമായിട്ട് കരയുന്ന ഒരു കുഞ്ഞിക്കരച്ചിലുണ്ട്. ആ കരച്ചില് കേട്ടുമ്പോ അമ്മയ്ക്ക് സന്തോഷമാണ്. മകൻ ജനിച്ചു എന്നുള്ള സന്തോഷം. ഈ കുഞ്ഞിക്കരച്ചിലിനും അവസാനം നിന്നെ ആരൊക്കെയോ ചേർന്ന് കൊണ്ടുപോയി 6 അടി മണ്ണില് മൂടിയിട്ടിട്ട് അവസാനത്തെ പൊടിത്തൈയും ഇട്ടിട്ട് തിരിച്ചു വരുമ്പോ അവിടെ ഉണ്ടാകുന്ന ഒരു നിതാന്ത നിശബ്ദതയുണ്ട്. ഈ കുഞ്ഞിക്കരച്ചിലിനും നിതാന്ത നിശബ്ദതയ്ക്കും ഇടയ്ക്കുള്ള ചെറിയൊരു സമയമാണ് നമ്മുടെ ജീവിതം. വളരെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു പ്രിയ സുഹൃത്തിന്റെ മകൾക്ക്, 14 വയസ്സുള്ള മകള്, രാവിലെ അമ്മ പള്ളിയിൽ പോകാനായിട്ട് വിളിച്ചപ്പോ കൊച്ചു കണ്ണു തുറക്കുന്നില്ല, അനങ്ങുന്നില്ല. പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അടുത്തുള്ള നല്ല ആശുപത്രിയിലാണ് കൊണ്ടുപോയത്. അവിടെ ചെന്നപ്പോ പറഞ്ഞു, കൊച്ചിന് സൈലന്റ് അറ്റാക്ക് ആണ്. ഉറക്കത്തിൽ അവൾ അറിയാതെ തന്നെ അറ്റാക്ക് വന്നു പോയതാണ്. അതുകൊണ്ട് വെന്റിലേറ്ററിൽ ഇടണം. 48 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഇനി എന്തെങ്കിലും പറയാനായിട്ട് പറ്റുള്ളൂ. പ്രതീക്ഷയൊക്കെ പതിയെ അസ്തമിച്ചു പോയപ്പോ അവരുടെ സഹോദരങ്ങളൊക്കെ ഞാനിവിടെ ഉണ്ടായിരുന്നു. അപ്പൊ എന്നെ വിളിച്ചു. അവർ പറഞ്ഞു, അച്ഛൻ വന്ന് പ്രാർത്ഥിച്ച് ഒരു അന്ത്യകൂദാശ കൊടുക്കാമോ? 14 വയസ്സുള്ള ആ പെൺകുട്ടിക്ക് അന്ത്യകൂദാശ കൊടുക്കാനായിട്ട് ICUയിൽ വെന്റിലേറ്ററിന്റെ അടുത്ത് ചെന്നപ്പോ വല്ലാത്തൊരു വിഷമം തോന്നി. ചുറ്റും പിടിപ്പിച്ചിരിക്കുന്ന ഒത്തിരിയേറെ സ്ക്രീനുകൾ, അതിന്റെ അകത്ത് ഓക്സിജന്റെ ലെവല്, ഹൃദയമിടിപ്പിന്റെ ലെവല്, പലതരത്തിലുള്ള സ്ക്രീനുകൾ ഇങ്ങനെ ചുറ്റും കണ്ടപ്പോ ഞാൻ ആദ്യമായിട്ടാണ് വെന്റിലേറ്ററിന്റെ അകത്തേക്ക് അത് പേടിച്ചു. ഡോക്ടറോട് ചോദിച്ചു, ഇതൊക്കെ എന്താണ് ഡോക്ടർ? ഡോക്ടർ പറഞ്ഞു, അച്ഛാ ഇത് ഓക്സിജന്റെ ലെവലാണ്, ഇതിനകത്ത് വളരെ താഴ്ന്നിരിക്കുക. ഇത് ECG ആണ്. മുകളിലോട്ടും താഴോട്ടും വേരിയേഷൻ ആയിട്ട് മാറി പോകുന്ന ഈ ചുമന്ന ലൈൻ ഉണ്ടല്ലോ, ഇതാണ് അച്ഛാ ECG. ഇത് മാത്രമാണ് ഈ കുഞ്ഞില് ജീവൻ അവശേഷിക്കുന്നുണ്ട് എന്നതിന്റെ തെളിവ്. ഇത് ജീവിക്കുന്നുണ്ട്, ഈ കുഞ്ഞിന് ജീവനുണ്ട്, ജീവന്റെ ഏതോ ഒരു തടി അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവ് ഈ മുകളിലേക്കും താഴേക്കും മാറിക്കൊണ്ടിരിക്കുന്ന ഈ ചുമന്ന രേഖയാണ്. ഈ രേഖ
നേരെയായി കഴിഞ്ഞ തീർന്നു. പിന്നെ ഒന്നുമില്ല. പ്രിയമുള്ളവരെ, 2 ദിവസം കഴിഞ്ഞപ്പോ വെന്റിലേറ്റർ എടുത്ത് മാറ്റിയപ്പോ കുഞ്ഞു മരിച്ചു. ഇത് പഠിപ്പിക്കുന്ന ജീവിതത്തിന്റെ വലിയ യാഥാർത്ഥ്യമുണ്ട്. നമ്മൾ ഇനി മലമുകളിൽ കയറിയിരിക്കുമ്പോ കുരിശിന്റെ വഴി ചൊല്ലിക്കൊണ്ടാണ് പോകുന്നത്. ജീവിതത്തിന്റെ കയറ്റ ഇറക്കങ്ങൾ, സഹനങ്ങള്, ദുഃഖങ്ങള്, വേദനകള്, സന്തോഷങ്ങള്, ഇടയ്ക്ക് നേരെ പോകും, പിന്നെയും മുകളിലേക്കും താഴേക്കും പോകുന്ന ജീവിതത്തിന്റെ രേഖകൾ പഠിപ്പിക്കുന്ന ഒരു പാഠം ഈ കുരിശിന്റെ വഴിയുടെ പാഠമാണ്. അത് ജീവനുണ്ടെങ്കിൽ, ജീവിതം ഉണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ജീവിതത്തില് കയറ്റിറക്കങ്ങൾ ഉണ്ടാകും, കുരിശിന്റെ വഴികൾ ഉണ്ടാകും, സഹനങ്ങൾ ഉണ്ടാകും, സന്തോഷങ്ങൾ ഉണ്ടാകും. ഇങ്ങനെ കയറ്റിറക്കമുള്ളതാണ് നമ്മുടെ ജീവിതങ്ങൾ എന്ന് പഠിപ്പിക്കുകയാണ് കുരിശിന്റെ വഴി. കുരിശിന്റെ വഴി ആരംഭിക്കുന്നത് എവിടെ നിന്നാണ് ഈ കുരിശിന്റെ വഴി ആരംഭിക്കുന്നത്? ഓശാന ഞായറാഴ്ചത്തെ ജൈവിളികളോടുകൂടി ബാലകവൃന്ദവും യുവാക്കളും ഒരുമിച്ച് ചേർന്ന് പാടിക്കൊണ്ടിരിക്കുക. ഇവൻ ദാവീദിന്റെ പുത്രനായ ക്രിസ്തുവാണ്, ഇവനാണ് ഞങ്ങളുടെ രാജാവെന്ന് ഉദ്ഘോഷങ്ങളിലൂടെ, ആഘോഷങ്ങളിലൂടെ കഴുതപ്പുറത്തേറി സൈത്തിൻ കൊമ്പുകളേന്തി അവരിങ്ങനെ പാടിക്കൊണ്ട് കുരിശിന്റെ വഴിയിലേക്ക് അവൻ അനുഗമിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോ ഈ അനുഗമിച്ചവരൊക്കെ അകന്നു പോകുന്നുണ്ട്. പിന്നീടും എത്തിച്ചേരുന്നത് സഹിയോൻ ഊട്ടുശാലയില്. അവൻ അരക്കച്ചിയെടുത്ത് കെട്ടിയിട്ട് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുന്ന ഒരു യാത്രയുണ്ട്. പിന്നീടും കടന്നു പോകുമ്പോ അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് കൊടുത്തിട്ട് പറഞ്ഞു, ഇതെന്റെ ശരീരമാകുന്നു. പീലാത്തോസിന്റെ പ്രത്യേകത്തിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് അവന്റെ മുൻപിൽ വിധിന്യായം പ്രസ്താവിക്കാൻ മിണ്ടാതെ തലകുനിച്ചു നിൽക്കുന്ന കർത്താവിന്റെ ചിത്രമുണ്ട്. ജീവിതത്തിന്റെ യാത്രകളാണിത്, ജീവിതത്തിന്റെ യാത്രകളാണിത്. കൽത്തോളിൽ കെട്ടിയിട്ട് പുറം പൊളിക്കുമാറ് ഇരുമ്പ് കട്ട കൊണ്ടും ഈയക്കട്ട കൊണ്ടും കുതിരിൻ പല്ലും കൊണ്ടും ഉണ്ടാക്കിയ ചാട്ടവാറ് കൊണ്ട് അടിച്ച് അവന്റെ പുറം പിളർക്കുമ്പോ ഇതൊരു ജീവിതത്തിന്റെ യാത്രയാണ്. കടന്നു വരുന്ന യാത്രകളില്, ചെമ്മൺ പാതകളില് പലരും തുപ്പുന്നുണ്ട്, കുറ്റപ്പെടുത്തുന്നുണ്ട്, വെല്ലുവിളിക്കുന്നുണ്ട്. കൂടെ ഉണ്ടാകുമെന്ന് കരുതിയവരൊക്കെ ഓടിപ്പോകുന്നുണ്ട്, ഒറ്റിക്കൊടുക്കുന്നുണ്ട്, ചുംബിച്ചുകൊണ്ട് തള്ളി പറയുന്നുണ്ട്, ഇവരെ അറിയില്ലെന്ന് പറയുന്നുണ്ട്. ഇത് കുരിശിന്റെ വഴിയാണ്, ജീവിതത്തിന്റെ യാത്രയാണ്. കടന്നു പോകുമ്പോ മുട്ടുകൾ പൊട്ടി ചോരയൊലിക്കുന്നുണ്ട്, പല പ്രാവശ്യം വീഴുന്നുണ്ട്. അതിനിടയിൽ ആശ്വാസമായിട്ട് വേറൊരിക്ക അവന്റെ മുഖം തുടയ്ക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ കണ്ണോട് കണ്ണു നോക്കി മകനോട്, എന്റെ മകനെ നിനക്ക് എന്തുകൊണ്ട് ഇത് പറ്റി എന്ന് സങ്കടത്തോടെ ഹൃദയത്തിൽ നിശബ്ദമായി വേദനിക്കുന്നുണ്ട്. വലിച്ചു കീറുന്ന വസ്ത്രവും വലിച്ചു നീക്കുന്ന കൈകളും ആണിയിടിച്ച് കുരിശിലേക്ക് തള്ളി കയറ്റുമ്പോ ആ കുരിശില് ജീവിതത്തിന്റെ സായാഹ്നമെത്തി നിൽക്കുന്ന കർത്താവിനെ പ്രതിഷ്ഠിക്കുമ്പോ ഇത് ജീവിതത്തിന്റെ യാത്രയാണെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. ഇത് ജീവിതത്തിന്റെ യാത്രയാണ്. ഇതാണ് ജീവിതത്തിന്റെ ദാർശനികത. ഇതോരോ മനുഷ്യനും കടന്നു പോകേണ്ട ജീവിതത്തിന്റെ യാഥാർത്ഥ്യമാണ്. നേർരേഖയല്ല ജീവിതം. കയറ്റിറക്കങ്ങളുടെ, കുന്നുകളുടെയും താഴ്വാരങ്ങളുടെയും സമ്മിശ്രമാണ് ജീവിതമെന്ന വലിയ ജീവിത ദാർശനികത, ജീവിത സത്യം പഠിപ്പിക്കുന്നതാണ് കുരിശിന്റെ വഴി. പ്രിയമുള്ളവരെ, കുരിശിന്റെ വഴി പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങളും ഞാനുമൊക്കെ ചെറിയ തോതിലും വലിയ തോതിലുമൊക്കെ ഇത്തരത്തിലുള്ള ജീവിത വഴികളിലൂടെ, കുരിശിന്റെ വഴികളിലൂടെ നടക്കുന്നവരാണ്. കർത്താവ് ഒറ്റയ്ക്കല്ല വഴിയിലൂടെ നടക്കുന്നത്. കർത്താവ് നടന്ന വഴിയിലൂടെ നമ്മളും നടക്കുന്നുണ്ട്. പലപ്പോഴും പ്രിയപ്പെട്ടവരെന്ന് കരുതിയവര്, ഞാൻ എന്റെ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചിട്ട്, ഭാര്യയ്ക്ക് വേണ്ടിയിട്ട്, മക്കൾക്ക് വേണ്ടി അധ്വാനിച്ചിട്ട്
ഭർത്താവിന് വേണ്ടി അധ്വാനിച്ചിട്ട്, മാതാപിതാക്കളെ സ്നേഹിച്ചിട്ട്, മക്കളെ സ്നേഹിച്ചിട്ട് ഇടയ്ക്കൊക്കെ തള്ളിപ്പറയൽ അനുഭവിക്കുന്നില്ലേ? ഇടയ്ക്കൊക്കെ അറിയില്ലെന്ന് പറയുന്നില്ലേ? നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് ചോദിക്കുന്നില്ലേ? നിനക്കിവിടെ എന്താണ് പണിയെന്ന് ചോദിക്കുന്നില്ലേ? ജീവിതത്തിന്റെ യാഥാർത്ഥ്യമാണിത്, കുരിശിന്റെ വഴിയാണിത്. പലപ്പോഴും ജീവിതത്തിന്റെ സായാഹ്നത്തിൽ എത്തി നിൽക്കുമ്പോ അപ്പന്മാരെയും അമ്മമാരെയും വേണ്ടത്ര ഗൗനിക്കാതെ എനിക്ക് അല്പം സമ്പത്തുണ്ടെന്ന് കരുതി അവഗണിക്കുന്ന മക്കളില്ലേ? കുരിശിന്റെ വഴിയാണിത്, കുരിശിന്റെ വഴിയാണിത്, കുരിശിന്റെ വഴി. പ്രിയമുള്ളവരെ, ജീവിതത്തില് രണ്ട് തലത്തിലുള്ള ആൾക്കാരുണ്ട്. നമുക്ക് ജീവിതത്തിൽ രണ്ടു തരത്തിലുള്ള ആൾക്കാരുണ്ട്. ഒന്ന് നമ്മുടെ കൂടെ വിളിച്ചിട്ട് വരുന്നവര്, നമ്മുടെ കുടുംബത്തില് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടാകുമ്പോ, എന്തെങ്കിലും വിരുന്നുണ്ടാകുമ്പോ, ആഘോഷം ഉണ്ടാകുമ്പോ നമ്മുടെ ബന്ധുക്കളെ, മിത്രങ്ങളെ, പ്രിയപ്പെട്ടവരൊക്കെ വിളിച്ചു കഴിയുമ്പോ വരും. അവരോടൊന്നും നല്ലതാ, സ്റ്റാറ്റസ് ആണ്. ഇതെന്റെ ഇംഗ്ലണ്ടിലുള്ള മകനാണ്, ഇവൻ UK-യിലാണ്, ഇവൻ അമേരിക്കയിലാണ്, ഇവൻ ഓസ്ട്രേലിയയിലാണ്, ഇവൻ നേഴ്സാണ് എന്നൊക്കെ പറയുമ്പോ സ്റ്റാറ്റസ് ഉണ്ട്. കല്യാണങ്ങളൊക്കെ ഉണ്ടാകുമ്പോ യൂണിഫോം ഇട്ട് എല്ലാവരെയും ഒരുമിച്ചൊക്കെ നിർത്തുമ്പോ ഞാനൊരു വലിയ സംഭവമാണ്, എന്റെ കൂടെ ഇവരൊക്കെ ഉണ്ടെന്ന് തോന്നിക്കും. നല്ല തന്നെയാണ് വിളിച്ചിട്ട് വരുന്നവരെ. അത്ഭുത പ്രവൃത്തികളെ ചെയ്തപ്പോ, മരിച്ചവരെ ഉയർപ്പിച്ചപ്പോ, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയപ്പോ ഈശോയുടെ ചുറ്റും നിന്നവരുണ്ട്. അവരൊക്കെ വിളിച്ചിട്ട് വന്നവരാ. തോമസേ നീ വാടാ, യാക്കോബേ നീന്റെ വലയിട്ടിട്ട് നീ വാടാ എന്നൊക്കെ പറഞ്ഞ് അവരെ വിളിച്ചു കഴിഞ്ഞപ്പോ കൂടെ കൂടിയവരാണ്. ജീവിതത്തിന്റെ യാഥാർത്ഥ്യം എന്താ? വിളിച്ചിട്ട് വരുന്നവര് 12 ഉണ്ടായിട്ട് ഒരെണ്ണത്തിനെ മാത്രമേ കുരിശിന്റെ ചവിട്ടി കണ്ടുള്ളൂ, ബാക്കി എല്ലാവരും പോകും. ജീവിതത്തിന്റെ യാഥാർത്ഥ്യ മുഖം വരുമ്പോ, നിന്റെ സഹനങ്ങൾ വരുമ്പോ, നിനക്കൊരു അക്കിടി പറ്റുമ്പോ, നിനക്ക് സാമ്പത്തികമായിട്ട് നീ ഒന്ന് ഞെരുങ്ങിപ്പോകുമ്പോ, നിനക്കൊരു ബലഹീനത ഉണ്ടാകുമ്പോ, നിനക്കൊരു വീഴ്ച പറ്റുമ്പോ, നിനക്കൊരു കുറവുണ്ടാകുമ്പോ, ഈ വിളിച്ചിട്ട് വരുന്നവരെയൊന്നും ചിലപ്പോ നമ്മൾ കാണില്ല. അപ്പോൾ ഉപകാരപ്പെടുന്ന ചില മാലാഖമാരുണ്ട്. ഈശോ കുരിശിന്റെ വഴിയിൽ നടന്നപ്പോ 3 പ്രാവശ്യം വീട് കഴിഞ്ഞപ്പോ കൗരീകാരനായ ശിമയോൻ വന്ന് അവന്റെ കുരിശ് ഏറ്റെടുത്തു, അവനോടുകൂടെ നടന്നു. ചില മാലാഖമാർ നമ്മുടെ ജീവിതത്തിലും അങ്ങനെയുണ്ടാകും. അവന്റെ മുഖം തുടയ്ക്കാൻ, ആശ്വസിക്കാൻ വന്നത് വിളിച്ച് കൂടെ നടന്നവളല്ല, ദൈവം അയച്ചവളാണ്. അവനോടൊപ്പം കുരിശ് വരെ കണ്ണീർ വാർത്ത് ആ മൃതശരീരം ഏറ്റുവാങ്ങിയ അമ്മ വിളിച്ചിട്ട് വന്നതല്ല, ദൈവം അയച്ചിട്ട് വന്നതാണ്. നിന്റെ സങ്കടങ്ങളുടെയും വേദനകളുടെയും സമയങ്ങളിൽ നിന്നോടൊപ്പം ആരെങ്കിലും ഒരാൾ ഉണ്ടാകും. അത് കർത്താവിന്റെ വാഗ്ദാനമാണ്. നീ ഒറ്റയ്ക്കാവാനായിട്ട് കർത്താവ് സമ്മതിക്കില്ല. ഒന്ന് ആലോചിച്ചു നോക്കേ, ഇങ്ങനെ അയക്കപ്പെട്ടവർ എത്രയോ ദാനമായി തന്ന ജീവിതമാണ് നമ്മുടെ ജീവിതം. നമ്മള് ആദ്യമായിട്ട് നമ്മളെ കയ്യിലെടുത്തത് ആരെന്ന് നമുക്കറിയാമോ? ആരോ ഒരാള്, ഏതോ ഒരു നേഴ്സ്. വീണ്ടും അവസാനം കണ്ണടയ്ക്കു നേരം നിന്റെ അടുത്തുണ്ടാകാൻ പോകുന്നത് ആരാണെന്ന് നിനക്കറിയാമോ? അറിയില്ല. ആരോ ഒരാളുണ്ടാകും. നിന്റെ ജീവിതത്തില് ആദ്യമായിട്ട് നിനക്കൊരു താരാട്ടുപാട് പാടിയത് ആരാണെന്ന് അറിയാമോ? നിന്നെ ആദ്യമായിട്ട് കുളിപ്പിച്ച് നിനക്ക് പൗഡർ ഇട്ട് നിന്റെ അപ്പന്റെ അടുത്തേക്ക് ഇതാ നിന്റെ മോൻ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്ത് ആദ്യമായിട്ട് നിനക്കൊരു പൗഡർ ഇട്ടത് ആരാണെന്ന് അറിയാമോ? ഏതോ ഒരു നഴ്സ്. ആരോ. ഇനി അവസാനം കണ്ണുകളടച്ച് ശ്വാസം നിലച്ച് കിടക്കുമ്പോഴും
നിന്റെ മുഖത്ത് നിന്നെ കുളിപ്പിച്ച് പൗഡർ ഇടാൻ പോകുന്നത് ആരാണെന്ന് നിനക്കറിയാമോ? ആരോ ഇങ്ങനെ അയക്കപ്പെട്ടവരാൽ അനുഗ്രഹീതമായ ജീവിതമാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ട് മറ്റുള്ളവർക്ക് അയക്കപ്പെട്ടവരാകാനും നമ്മുടെ ജീവിതത്തിലെ അയക്കപ്പെട്ടവരോട് നന്ദിയോടുകൂടി ആയിരിക്കാനായിട്ടും നമുക്ക് സാധിക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കുരിശിന്റെ വഴിയിലാണ് നമ്മൾ നടക്കുന്നത്. കുരിശിന്റെ വഴിയിലാണ് നമ്മൾ നടക്കുന്നത്. അവിടെ വേദനകളുണ്ട്, ഒറ്റിക്കൊടുക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാം. നീ ഏറ്റവും പ്രിയപ്പെട്ടവരെന്ന് കരുതിയവർ പോലും നിന്നെ പിന്നിൽ നിന്ന് കുത്തുന്ന അനുഭവങ്ങൾ ഉണ്ടാകാം. അവിടെയൊക്കെ നീ മനസ്സിലാക്കണം, ജീവിതം എന്നുള്ളത് കുരിശിന്റെ വഴിയാണ് എന്ന്. BC 4 മാർച്ച് 15-ാം തീയതി ഒരു വെള്ളിയാഴ്ച, പ്രിയമുള്ളവരെ, സീസർ എന്ന് പറയുന്ന റോമിന്റെ ചക്രവർത്തി സെനറ്റിലേക്ക് നടന്നു പോകുമ്പോ 24 കടാരകള് ഒരേ സമയം അവന്റെ ചുറ്റും നിന്നവർ അവനിലേക്ക് കുത്തിയിറക്കി. മരണവേദനയാൽ പിടയുന്ന സീസറെ തിരിഞ്ഞു നോക്കിയപ്പോ താന്റെ പ്രാണപ്രിയനായ ബ്രൂട്ടസ് കൂടി അതിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോ അവൻ ഉറക്കെ വിളിച്ചു ചോദിച്ചു. അത് നമ്മുടെ ചരിത്രത്തിലും സിനിമയിലും വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ഒരു വാചകമാണത്. യു ടു ബ്രൂട്ടസ്, ബ്രൂട്ടസേ, നീയും കൂടിയാണോ എന്നെ കുത്തിയത്? പ്രിയപ്പെട്ടവരെന്ന് കരുതുന്നവർ പോലും പിന്നിൽ നിന്ന് കുത്തുമ്പോൾ ഉണ്ടാകുന്ന വേദനയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വേദന. 1984 ഒക്ടോബർ 5-ാം തീയതി ഓഫീസിലേക്ക് പോകുന്ന ഇന്ദിരാഗാന്ധിയെ 29 വെടിയുണ്ടകൾ നെഞ്ചിലൂടെ തുളച്ചു കയറിയപ്പോ അവൾ തിരിഞ്ഞു നോക്കി, ആരാണ് തനിക്കെതിരെ ഈ വെടിയുണ്ടകൾ പായിച്ചതെന്ന്. ജയ്സിംഗ് എന്ന് പറയുന്ന തന്റെ തന്നെ അംഗരക്ഷകൻ ഈ വെടിയുണ്ടകൾ പായിച്ചു എന്ന് അറിഞ്ഞപ്പോ ഉരുക്കുമെഴുതി എന്ന് കരുതിയിരുന്ന ഇന്ദിരയുടെ ഹൃദയവും വേദനയാൽ പിടച്ചുപോയി. പ്രിയമുള്ളവരെ, കൂടെ നിന്നവർ കുത്തുമ്പോൾ ഉണ്ടാകുന്ന വേദന വലിയ വേദനയാണ്. ഈ വേദനയിലൂടെ കടന്നുപോയവരാണ് ക്രിസ്തു. ദുഃഖവെള്ളിയുടെ ജീവിത ദർശനമാണ് ജീവിതം കുരിശിന്റെ വഴിയാണ്. ജീവിതം കുരിശിന്റെ വഴിയാണ്. ജീവിത ദർശനത്തിൽ മാത്രം നിൽക്കേണ്ടതല്ല ദുഃഖവെള്ളിയുടെ സന്ദേശം. 5 മിനിറ്റ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് ദുഃഖവെള്ളിയുടെ ദൈവശാസ്ത്രമാണ്. അത് ദുഃഖവെള്ളിയുടെ ആത്മീയതയാണ്. ഇന്ന് രാവിലെ മറ്റൊരു പള്ളിയില് പ്രസംഗം കഴിഞ്ഞ് ചെറിയൊരു പ്രദക്ഷിണം ഉണ്ടായിരുന്നു. അതിനകത്ത് പങ്കെടുക്കുമ്പോ ഞാനും ഞങ്ങൾ 3 അച്ഛന്മാര് കൂടി ഈശോയെ കുരിശിൽ നിന്ന് ഇറക്കി ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുമ്പോ അമ്മയോട് ഒരു കൊച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം ഞാൻ ഇന്ന് കേട്ടു. അമ്മേ, ഇതാണോ തമ്പായി? അമ്മേ, ഇതാണോ തമ്പായി? അർദ്ധനഗ്നനായിട്ട് ചോര ഒലിപ്പിച്ച് കിടക്കുന്ന ഇതാണോ നമ്മുടെ തമ്പായി? പ്രിയമുള്ളവരെ, കൊച്ചു മാത്രമല്ല, നമ്മൾ അറിവുള്ളവരും ബുദ്ധിയുള്ളവരും ബുദ്ധിയുണ്ടെന്ന് നടിക്കുന്നവരുമായ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യ, മരിച്ചവരെങ്ങനെ ദൈവമാകും? ഇത്ര കഠിനമായിട്ടുള്ള പീഡകള് ഒരുവന് കൊല്ലാനായിട്ട് ഏൽപ്പിക്കപ്പെടുക്കപ്പെട്ടവൻ എങ്ങനെ ദൈവമാകും? ഇവരെങ്ങനെ ദൈവമാവാൻ പറ്റും? യേശു ഉയർത്തെഴുന്നേറ്റത് ഒരു സത്യമാണ്, ഒരു അത്ഭുതമാണ്. പക്ഷെ അതിനേക്കാളൊക്കെ വലിയ അത്ഭുതമുണ്ട്. ദൈവത്തിന് ഉയർക്കാനായിട്ട് പറ്റും. ദൈവത്തിന് ഉയർക്കാനായിട്ട് പറ്റും. മനുഷ്യനും മരിക്കാൻ പറ്റും. പക്ഷേ ദൈവത്തിന് മരിക്കാൻ പറ്റുമോ? ദൈവത്തിന് മരിക്കാൻ പറ്റുമോ? മരിക്കുന്നവൻ ദൈവമാണോ? ദൈവത്തിന് കാല് കഴുവാൻ പറ്റുമോ? ദൈവത്തിന് അടിമയെ പോലെ കാല് കഴുവാൻ പറ്റുമോ?
ദൈവത്തിന് അടികൊള്ളാൻ പറ്റുമോ? അത് പറ്റുമെന്ന് തെളിയിച്ചവനാണ് കർത്താവ്. ഇതാണ് ഏറ്റവും വലിയ അത്ഭുതം. അതുകൊണ്ടാണ് കുരിശ് പരാജയത്തിന്റെ ചിഹ്നമല്ല, വിജയത്തിന്റെ ചിഹ്നമാണ്. കുരിശ് വിജയത്തിന്റെ ചിഹ്നമാണ്. വചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അവന് മരണത്തിന്, കുരിശു മരണത്തിന് ഏൽപ്പിക്കപ്പെടപ്പെട്ടു. അവൻ കൊല്ലപ്പെട്ടതല്ല, തന്റെ ഇഷ്ടമനുസരിച്ച്, തന്റെ ഇംഗിതമനുസരിച്ച് അവൻ വിട്ടുകൊടുത്തതാണ് മരണത്തിന്, ഇഷ്ടത്തോടെ. അതുകൊണ്ടാണ് അവൻ ഒരു പരാതിയില്ലാതെ, പരിഭവമില്ലാതെ, രോമം കത്തിരിക്കുന്ന ആട്ടിൻകുട്ടിയെ പോലെ ഈ മരണത്തിന് നിന്നു കൊടുക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 39-ാം വാക്യത്തിൽ ശതാധിപൻ വിളിച്ചു പറയും. എന്താണ് വിളിച്ചു പറയുന്നത്? ഇവൻ ശരിക്കും, ഇവൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനായിരുന്നു എന്ന്. എപ്പോഴാ വിളിച്ചു പറയുന്നറിയോ? എപ്പോഴാ വിളിച്ചു പറയുന്നറിയോ? ഈശോ മരിക്കുന്നതിന് മുമ്പ് he cried in a loud voice. അവൻ ഉച്ചത്തിൽ കരഞ്ഞു എന്നാണ് പറയുക. അവൻ അലറി വിളിച്ചു കരഞ്ഞു. ഈ കരച്ചില് പരാജയത്തിന്റെ കരച്ചിലല്ല. കാരണം കുരിശിൽ തറയ്ക്കപ്പെടുന്നവന് കരയാനായിട്ട് പറ്റില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, അവന്റെ തൊണ്ട ഓടുപോലെ വറ്റി ഉണങ്ങിപ്പോയി. യേശു ചോദിച്ച ഒരേ കാര്യമുള്ള, എനിക്ക് ഒരിറ്റ് വെള്ളം തരിക എന്നാണ്. അത്രയ്ക്ക് ദാരുണമായ രീതിയിൽ ശബ്ദം പുറത്തേക്ക്, ഞരക്കം പോലും പുറത്തേക്ക് വരാത്ത അവസ്ഥയിലായിരിക്കും കുരിശു മരണത്തില്. പക്ഷേ 2 കാലുകൾ ഊന്നിയിട്ട് അവൻ അട്ടഹാസം പോലെ കരഞ്ഞു എന്നാണ് പറയുക. അതൊരു കരച്ചിലല്ല. ക്രിക്കറ്റ് കളിയിൽ ജയിച്ചു കഴിയുമ്പോ, ഫുട്ബോളിൽ ജയിച്ചു കഴിയുമ്പോ, രാജാക്കന്മാർ യുദ്ധം ചെയ്ത് വിജയിച്ചു കഴിയുമ്പോ സർവ്വസൈനാധിപൻ വിജയിച്ചതിനെ കുറിച്ച് മുകളിലേക്ക് കരങ്ങൾ ഉയർത്തി ഒരു വിജയ പേര് മുഴക്കും. അതാണ് ക്രിസ്തുനാഥൻ മുഴക്കിയത്. തോറ്റതിന്റെ ചിഹ്നമല്ല, അത് വിജയിച്ചതിന്റെ ചിഹ്നമാണ്. സാത്താനെ പരാജയപ്പെടുത്തി വിജയിച്ചതിന്റെ ചിഹ്നം. പ്രിയമുള്ളവരെ, ഈ വിജയിച്ച, കുരിശിൽ തന്നെ വിജയിച്ച കർത്താവിനെയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ഇതിന്റെ സത്യം നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ജീവിതത്തിലും സഹനങ്ങളുണ്ട്, വേദനകളുണ്ട്. ഈ കുരിശിന്റെ വഴിയിലൂടെ നടക്കുമ്പോഴും ഈശോ അവയെ സോമനസാലെ സ്വീകരിച്ച്, പരാതിയില്ലാതെ, പരിഭവമില്ലാതെ സ്വീകരിച്ചപ്പോ അത് രക്ഷയായി മാറി, വിജയമായിട്ട് മാറി. കൊളോസ്യർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, അവിടുന്ന് കുരിശിൽ തന്റെ വിജയം ആഘോഷിച്ചു. ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. കുരിശ് ഉണ്ടാകുമ്പോ, സഹനം ഉണ്ടാകുമ്പോ നമ്മൾ പിശാച് നമ്മളെ തോൽപ്പിക്കാൻ ആയുധമായിട്ടാണ് വരുന്നത്. ഒന്നാമത്തെ ആയുധം. കുരിശുണ്ടാകുമ്പോ നമ്മൾ ദൈവത്തെ പഴി പറയും. അവിടെ നമ്മൾ പരാജയപ്പെട്ടു, സാത്താൻ അടിമയായി തീർന്നു. എന്റെ ദൈവമേ, എന്തുകൊണ്ട് എനിക്കിങ്ങനെ വന്നു എന്ന് നമ്മൾ പരിപാലിക്കുമ്പോ സാത്താൻ നമ്മൾ അടി കൊടുത്തു. രണ്ടാമത്, സഹോദരൻ രക്ഷിക്കും. നിനക്ക് ആരാണ് പ്രശ്നം ഉണ്ടാക്കിയത്, അവനെതിരെ നീ സംസാരിക്കും. നീ സാത്താന് വിജയിക്കാനുള്ള അവസരം കൊടുത്തു. മൂന്നാമത്, നീ നിന്നെ തന്നെ പഴിക്കും.